സോ നമ്മൾ നമ്മുടെ നെക്സ്റ്റ് പോയിന്റിൽ എത്തിയിരിക്കുകയാണ്. അപ്പോൾ നമ്മളിപ്പം വന്നിരിക്കുന്നത് ഒരു ബുദ്ധിസ്റ്റ് ഗോംബ കാണാനായിട്ടാണ്. ഗോംബ എന്ന് വെച്ച് കഴിഞ്ഞാൽ സെയിം ഒരു ബുദ്ധിസ്റ്റ് ടെമ്പിൾ തന്നെയാണ്. അപ്പോൾ ഒരു ബുദ്ധിസ്റ്റ് പ്ലേസിൽ വരുമ്പോഴത്തേക്കും ഒരു പ്രത്യേക ആംബിയൻസ് ഉണ്ടാകും. അപ്പോൾ അത് എൻജോയ് ചെയ്യാവുന്നതാണ് മെയിൻ. പിന്നെ നല്ല കളർഫുൾ ആയിരിക്കുമല്ലോ, ഇവരുടെ ഒരു പ്രെയർ ഫ്ലാഗ്സും ഒക്കെ ആയിട്ട് നല്ല കളർഫുൾ ആയിരിക്കും. ഒരു ചെറിയൊരു ഹില്ലാണിത്. അപ്പോൾ ഇവിടുന്ന് താഴോട്ട് ഇതാ നോക്കി ഇറ്റാനഗർ സിറ്റിയുടെ നല്ലൊരു വ്യൂ നമുക്ക് കാണാം. നല്ലൊരു പോയിന്റ് കിട്ടുകയാണെങ്കിൽ ഞാനൊരു ക്ലിയർ വ്യൂ കാണിച്ചു തരാം. അപ്പോൾ ഇത് ഈ ഒരു ഗോംബ ഉള്ളത് 0 പോയിന്റിലാണ്, 0 പോയിന്റ് തെനാലിയിലാണ്. ഇറ്റാനഗർ സിറ്റി സെൻറ്ററിൽ നിന്ന് ഒരു 4.3 കിലോമീറ്റർ ഒക്കെ ഉള്ളൂ ഈ ഗോംബയിലേക്ക്. സോ നമുക്കിതാ ഫ്രണ്ടിൽ ഗോംബ കാണാം, നമുക്ക് അങ്ങോട്ട് പോവാം. ഇവിടെ ഒരു പാർക്കിംഗ് ഉണ്ടായിരുന്നു, പാർക്കിംഗ് ഫീ ഉണ്ടായിരുന്നു 20 റുപ്പീസ്. അത് നമ്മൾ കൊടുത്തു. ഇവിടെ പാർക്കിംഗ് പോയിന്റിൽ വന്ന് വണ്ടിയൊക്കെ നമ്മൾ പാർക്ക് ചെയ്തിട്ടു. 2 വീലറിന് 10 റുപ്പീസാണ് കേട്ടോ പാർക്കിങ്ങിന്, അതുപോലെ 4 വീലറിന് 20 റുപ്പീസ്. സോ നമുക്ക് ഇതിൻ്റെ അകത്തേക്ക് കയറാം. സോ അപ്പോൾ പറയാൻ മറന്നു, എല്ലാവർക്കും ഫ്ലേവർ ഷോറിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം. സോ നമുക്കിവിടെ നാത്തോട്ട് കയറാം. ഗോംബ അതെ ഓപ്പൺ ചെയ്യുന്ന ടൈം എന്ന് പറഞ്ഞാൽ രാവിലെ 5 മണിക്കാണ്, വൈകിട്ട് 5 മണിയാകുമ്പോഴത്തേക്കും ക്ലോസ് ചെയ്യും. ഇതാ നമ്മൾ ആ ഗേറ്റ് കടന്ന് ഉള്ളിലേക്ക് കയറി വരുമ്പോൾ തന്നെ സൈഡിലായിട്ടൊരു വലിയ പ്രയർ വീലുണ്ട്. അതിൽ ഇവരുടെ മന്ത്രാസൊക്കെ എഴുതി വെച്ചിട്ടുണ്ട്. അരുണാചൽ പ്രദേശിൽ ഒരുപാട് ബുദ്ധിസ്റ്റ് വിശ്വാസികളുണ്ട് കേട്ടോ, പല സ്ഥലങ്ങളിലായിട്ട്. അതുകൊണ്ട് തന്നെ നമുക്കിവിടെ ഒരുപാട് ഇതുപോലുള്ള ബുദ്ധിസ്റ്റ് ഗോംബകൾ, അതുപോലെ പഗോഡാസൊക്കെ കാണാനായിട്ട് സാധിക്കും. അപ്പോൾ ഇവിടെ ഒരു ബുദ്ധിസ്റ്റ് ടെമ്പിളിൽ പോയി ഇരുന്നിട്ട് വരാമെന്ന് പറഞ്ഞാൽ ഒരു പ്രത്യേക ഫീലാണ്. നമുക്കൊരു മെഡിറ്റേഷൻ കിട്ടും, നമ്മുടെ മൈൻഡൊക്കെ ഒന്ന് റിലാക്സ്ഡായി നല്ല ഫ്രീ ആവുന്ന പോലൊരു ഫീല് നമുക്ക് കിട്ടും. ഇവിടുത്തെ ഒരു ആംബിയൻസും അതുപോലെയാണ്. ഈ ഒരു ഗോംബയ്ക്ക് തറക്കല്ലിടുന്നത് 14th ദലൈലാമയാണ് കേട്ടോ. 1983 അദ്ദേഹം ഇതിന് തറക്കല്ലിട്ടു. പിന്നീട് 1996 ഇതിൻ്റെ പണിയൊക്കെ കഴിഞ്ഞതിന് ശേഷം ഇത് സമർപ്പിക്കുന്നത് എന്തായാലും പറയാമെന്ന് എനിക്കറിയില്ല. ഇത് ഓപ്പൺ ചെയ്ത് കൊടുത്തതും അദ്ദേഹം തന്നെയാണ്, 14th ദലൈലാമ തന്നെയാണ്. ഇനി നമുക്ക് ഗോംബയുടെ ഉള്ളിലേക്ക് കയറാം. ഇതിൻ്റെ ഡോറ് തൊട്ട് ഉള്ളിൽ വോളിലാണെങ്കിലും അതുപോലെ തന്നെ സീലിങ്ങിലാണെങ്കിലും എല്ലാം നിറയെ പെയിൻറ്റിങ്സ് ആണ്. ഡിഫറെൻറ്റ് ബുദ്ധ പോസ്റ്റേഴ്സ്, പിന്നെ അങ്ങനെ ഒരുപാട് കാര്യങ്ങളുണ്ട്. അങ്ങനെ നിറയെ പെയിൻറ്റിങ്സ് ആണ്, നല്ല ഭംഗിയുള്ള പെയിൻറ്റിങ്സ് ആണ് കേട്ടോ എല്ലാം. പുറത്ത് നല്ല തിരക്കുണ്ടെങ്കിലും ഉള്ളിലധികം തിരക്കൊന്നുമില്ല. ഒരു ബുദ്ധിസ്റ്റ് മോങ്ക് ഉള്ളിലിരുന്ന് ഈ തിരി തെറുക്കുക അങ്ങനെ കുറച്ച് കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ട്. അതുപോലെ അത്ഭുതം തോന്നിയൊരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ നമ്മൾ ഈ നെയ്തിയൊക്കെ കൊടുക്കില്ലേ, അതുപോലെ ഇവിടെ കൊടുക്കുന്നത് ജ്യൂസും ഫ്രൂട്ട്സും ഒക്കെയാണ് കേട്ടോ. നമ്മൾ പഴമോ അല്ലെങ്കിൽ പൂവൊക്കെ കൊടുക്കുന്നതിന് പകരം പൂവും ഫ്രൂട്ട്സും അതുപോലെ ബിസ്ക്കറ്റ്, ജ്യൂസ് ഇതൊക്കെയാണ് കേട്ടോ ഇവിടെ നെയ്ദ്യം പോലെ വെച്ചിരിക്കുന്നത്. ഗോംബയുടെ ഉള്ളിൽ നിന്ന് പുറത്തിറങ്ങി കേട്ടോ. അതിന് ചുറ്റും ഇങ്ങനെ നടന്നു കഴിഞ്ഞപ്പോൾ അതാ ഒരു മരത്തിന് താഴെ ഇതുപോലെ ബുദ്ധൻ ഇരിക്കുന്ന ഒരു പ്രതിമ കണ്ടു. അതിന് ചുറ്റും നിറയെ പ്രെയർ ഫ്ലാഗ്സ് ഒക്കെയാണ്. അതുപോലെ ഒരു കെടാവിളക്ക് പോലെ ഒരു വിളക്കൊക്കെ കൊളുത്തി വെച്ചിട്ടുണ്ട്. നല്ലൊരു കാറ്റുണ്ട്, ചെറിയൊരു തണുത്ത കാറ്റുണ്ട്. അപ്പോൾ എനിക്ക് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഗോംബയുടെ ഉള്ളിലിരിക്കുന്നതിലും ഇഷ്ടപ്പെട്ടത് ഇവിടെ ഇരിക്കാനായിട്ടാണ് കേട്ടോ. ഈ മരത്തിന് താഴെ ഇരിക്കാനായിട്ട് നല്ലൊരു സുഖമുണ്ടായിരുന്നു. ആളുകൾ ഇതാ ഇതുപോലുള്ള ഫ്ലാഗ് വാങ്ങിയിട്ട് അതിൽ അവരുടെ വിഷസൊക്കെ എഴുതി ഈ മരച്ചില്ലയിലൊക്കെ തൂക്കിയിട്ടിട്ടുണ്ട്. നമ്മൾ ഗോംബയിൽ നിന്ന് പുറത്തിറങ്ങി ടൈം ഒരു 4:45 കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ 5 മണിയാകുമ്പോൾ ക്ലോസിങ് ടൈമാണ്. എല്ലാവരെയും പുറത്തിറക്കി വിടാനായിട്ട് തുടങ്ങി. ഇവിടെ താഴെ തന്നെ ചെറിയൊരു ഫുഡ് കോർട്ടുണ്ട്. അപ്പോൾ നമുക്ക് അവിടെ നിന്ന് ഒരു ചായയൊക്കെ കുടിക്കാമെന്ന് വിചാരിച്ചിട്ട് വന്നതാണ്. Take that chutney also. That's soup and chutney. Chutney is there. There is a chutney. There is a chutney. Wow, I like chutney. I like momo.
Don't. സോ അപ്പോൾ ഇതൊക്കെയാണ് ഇന്നത്തെ കാഴ്ചകൾ. വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു. സോ നമുക്കിനി പുതിയൊരു എപ്പിസോഡിൽ കാണാം. ഇറ്റ്സ് മീ അഞ്ജലി അഭിജിത്ത് സൈനിങ് ഓഫ്. ബൈ.